ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്, വ്യൂസ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് കമൻസിലൂടെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതൊക്കെ പരിഹരിക്കുന്നതായിരിക്കും ഞാൻ. അപ്പോൾ ഇന്നൊരു അടിപൊളി എപ്പിസോഡാണ് സൂപ്പർ കൺമണിയിൽ വരുന്നത്. നമ്മുടെ കൃഷ് പ്രണയം തുറന്ന് പറയുകയാണ്. അത് കൺമണിക്ക് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണ്. അപ്പം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഈ വരുണുമായിട്ടുള്ള ആ ഒരു ആലോചന വേണ്ടെന്ന് വെക്കാനായിട്ട് കൺമണി പോകുന്നതാണ്. അപ്പോൾ വരുണിൻ്റെ അച്ഛനോട് കൺമണി പറയുന്നുണ്ട്, ഞാൻ ആദ്യം കണ്ട വരുൺ അല്ല ഇപ്പോൾ. വരുൺ വളരെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ വരുണിനെ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛനങ്ങോട്ട് ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല. എന്നാലും അച്ഛൻ കേൾക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ അച്ഛനോട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാലും പറയുന്നതിൻ്റെ കാരണം വരുണിൻ്റെ അടുത്ത് പറയാൻ ചെന്നാൽ വരുൺ ഇങ്ങോട്ട് ചാടിക്കടിക്കാൻ വരും. അപ്പം അച്ഛനാകുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുണിനെ ബോധിപ്പിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കൺമണി. എന്നിട്ട് കൺമണി ചോദിക്കുന്നുണ്ട്, വരുണിന് എങ്ങനെയാണ് ഈ അടിയൊക്കെ കിട്ടിയതെന്ന് അറിയുമെന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും, അത് കുറച്ച് ഗുണ്ടകൾ അവനെ തല്ലിയതല്ലേന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് കൺമണി പറയുന്നുണ്ട്, ഗുണ്ടകൾ തല്ലിയതല്ല, ഞാനാണ് വരുണിനെ അടിച്ചതെന്ന് പറയുന്നുണ്ട്. അതിന് കാരണമുണ്ട്. പക്ഷേ അടിച്ച സമയത്ത് ഞാൻ അറിഞ്ഞില്ല അത് വരുണാണെന്ന്. പിന്നീടാണ് അറിയുന്നത് വരുണാണെന്ന്. അപ്പോൾ അച്ഛൻ ചോദിക്കും, മോളെന്തിനാ അവനെ അടിച്ചതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് കൺമണി പറയും, അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് അച്ഛൻ വരുണോട് തന്നെ ചോദിച്ചാൽ മതിയെന്ന് പറയും. എന്നിട്ട് നമ്മുടെ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്നാലും മോൾക്ക് അവനെ അടിക്കാൻ വല്ലതും പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, അങ്ങനെയല്ല അച്ഛൻ, ഞാൻ തന്നെയാണ് വരുണിനെ അടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കൺമണി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ അച്ഛനൊരു മോളുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ വരുണിൻ്റെ സ്വഭാവമുള്ള ഒരാണിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് എനിക്കും എന്നൊക്കെ കൺമണി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല, ഞാൻ പിന്മാറുവാണെന്നും പറയുന്നുണ്ട് വരുണിൻ്റെ അച്ഛൻ്റെ അടുത്ത്. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അച്ഛൻ ദേഷ്യത്തിൽ വരുണിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിന്നെ ആരാടാ തല്ലിയതെന്ന് ചോദിക്കും. അപ്പോൾ വരുണൊന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുമായിരിക്കും. എന്നിട്ട് വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നിന്നെ തല്ലിയ ആ കൺമണിയാണല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വരുൺ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ ഇനി ആ കൊച്ചിനെ മനസ്സിൽ വിചാരിക്കേ വേണ്ടെന്ന് പറയും. കാരണം അവൾ എൻ്റെ അടുത്ത് വന്നത് നീയായിട്ടുള്ള കല്യാണത്തിൽ താല്പര്യമില്ലെന്ന് പറയാനാണ് എന്ന് പറയും. അപ്പോൾ വരുണാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിൻ്റെ സ്വഭാവം പുറത്തെടുക്കല്ലെന്ന്. ആ കല്യാണം വരെയെങ്കിലും നിനക്ക് നിൻ്റെ സ്വഭാവം പുറത്തെടുക്കാതെ ഇരുന്നൂടായിരുന്നോ? എന്തായാലും ഇനി കൺമണിയെ നീ മനസ്സിൽ ആലോചിക്കുകയേ വേണ്ടെന്ന് പറയും. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇനി അവളുടെ വീട്ടിൽ ഈ ആലോചനയും കൊണ്ട് പോകത്തുമില്ലെന്ന് പറയും. എന്തായാലും ഇനിയിപ്പോൾ ആ 10 ലക്ഷം രൂപയും 101 പവൻ സ്വർണ്ണം എങ്ങനെയെങ്കിലും തിരികെ വാങ്ങാൻ ശ്രമിക്കാം, അത് മാത്രമേ ഇനി ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛനങ്ങ് പോകും ദേഷ്യപ്പെട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൺമണിയാണ്. കൺമണി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും അമ്പലത്തിൽ. അപ്പോൾ അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് കൃഷും കൃപയും കൂടെ വരുമായിരിക്കും. അപ്പോൾ കൃഷ് കൺമണിയിൽ നിന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. അത് കേട്ട് കൺമണി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും. അങ്ങനെ കൺമണി ഓടിച്ചെന്ന് ഇത് ആരായി വന്നേക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ കൃപയും കൊണ്ടൊക്കെ വന്നത്? അപ്പോഴത്തേക്ക് കൃഷി പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞു കൃപയെ പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ അവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഇടയ്ക്ക് കൃഷി ഇങ്ങനെ പ്രണയത്തോടെ കൺമണിയെ നോക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് കൺമണിയെക്കുറിച്ച് കുറച്ച് പൊക്കിയടിക്കുകയാണ്. കൃഷി കൺമണി സകലകല വല്ലഭയാണെന്നും കൺമണിയെപ്പോലെ നല്ലൊരു കുട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കൃപയ്ക്കും ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് അവരൊരു കുടുംബം പോലെ 3 പേരും ഒരുമിച്ച് തൊഴുന്നൊക്കെ ഉണ്ട്. തൊഴുത് കഴിയുമ്പോഴത്തേക്ക് പ്രസാദം എടുത്ത് കൺമണി കൃഷിൻ്റെയും കൃപയുടെയും നെറ്റിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൃഷി അപ്പോൾ ഒരു പ്രണയത്തോടു കൂടി കൺമണിയെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മാനസയാണ്. മാനസയാണെങ്കിൽ എന്താണ് നമ്മളെ വിദ്യയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഇങ്ങനെ വിദ്യ കൺമണിക്ക് ഒരു പണി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ പണി എന്നിട്ട് രാവിലെ മെയിലിൽ അയച്ചു തന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വിദ്യ പറയുന്നുണ്ട്, ഇവിടെ സത്യം പറയാമല്ലോ കൃഷി കൺമണി ഒരുമിച്ചായിരുന്നു. അതുമാത്രമല്ല ഇപ്പോൾ കൺമണി മാനസ മനസ്സിലാത്ത രീതിയിൽ ചോദിക്കും, നീ എന്താ പറയുന്നത്? അപ്പോഴത്തേക്ക് വിദ്യ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഇവിടെ
കൃഷും കൺമണിയും ഒരുമിച്ചായിരുന്നു. അവരുടെ ലോകമായിരുന്നു ഇന്നലെ ഈ കമ്പനി എന്ന് പറയും. എന്നിട്ട് പിന്നീട് അത് തിരുത്തി പറയുന്നുണ്ട്. വിദ്യ എന്നിട്ട് പറയുന്നുണ്ട്, ലോകം എന്ന് പറഞ്ഞാൽ പോരാ, അവയുടെ വൃന്ദാവനമായിരുന്നു ഈ കമ്പനി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മാനസയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മാനസ പറയുന്നുണ്ട്, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ വിദ്യ പറയും, ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും ആ കൺമണി മിക്കവാറും ക്രിസാറിനെ കൊണ്ട് പോകാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മാനസ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് കൺമണി പ്രസാദമായിട്ട് വന്നിട്ട് കൃപയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് കൃഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ പ്രസാദം കൊടുത്തോട്ടെ എന്ന്. അപ്പോൾ ഋഷി പറയുന്നുണ്ട്, ആ കൊടുത്തോന്ന്. അങ്ങനെ ആ പ്രസാദം കൊടുക്കുന്ന സമയത്ത് കൺമണി പറയുന്നുണ്ട്, എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടി ഈ പ്രസാദം കഴിച്ചാൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കൃഷിൻ്റെ ഫോണിലേക്ക് മാനസ വിളിക്കുന്നുണ്ട്. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, ആ ദോഷം വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ആ ഫോൺ എടുത്തിട്ട് മാനസ ചോദിക്കുന്നുണ്ട്, ഇന്നലെ കൃഷി എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, നീ എൻ്റെ കാര്യങ്ങൾ അറിയാൻ, നീ എൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ. അതുമാത്രമല്ല, എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറയും. അങ്ങനെ എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ കൃഷി ഓഫീസിലല്ലായിരുന്നോ എന്ന് മാനസ ചോദിക്കും. അപ്പോൾ കൃഷി ഒരു ആശ്ചര്യത്തോടു കൂടി ചോദിക്കും, നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞതെന്ന് ചോദിക്കും. ഞാൻ വേറെ എവിടെയെങ്കിലും അയക്കും, അതൊക്കെ നീ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് മാനസ ചോദിക്കുന്നുണ്ട്, കൃഷിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവകാശം എനിക്കുള്ളതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഉടനെ കൃഷി പറയും, ഞാൻ ചിലപ്പോൾ ഓഫീസിൽ കിടക്കും, അല്ലെങ്കിൽ വീട്ടിൽ കിടക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിടക്കും, അതിന് നിനക്കെന്താ, നീ പോയി കേസ് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഞാൻ കേസൊന്നും കൊടുക്കില്ല, പക്ഷേ എനിക്കറിയാനുള്ള അവകാശം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കൃഷി ഫോൺ കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കൃഷി കൺമണിയെടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഇവളെ ഇഷ്ടമല്ല, എനിക്ക് ഇവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് കൺമണി ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ സാറിന് ഇത് വീട്ടിൽ പറഞ്ഞുകൂടെയെന്ന്. അപ്പോഴത്തേക്ക് കൃഷി പറയുന്നുണ്ട്, വീട്ടിൽ എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. സാറിന് എങ്ങനെയുള്ള പെൺകുട്ടിയെ ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷി വെട്ടി തുറന്ന് അക്കാര്യം അങ്ങ് പറയുവാണ്, എനിക്ക് നിന്നെപ്പോലെ, അതായത് കൺമണിയെപ്പോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടം കല്യാണം കഴിക്കാൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൺമണി സത്യം പറഞ്ഞാൽ വിചാരിച്ചതേ ഇല്ല ഇങ്ങനെ പറയുമെന്ന്. അതുകൊണ്ട് തന്നെ കൺമണിക്ക് പെട്ടെന്നൊരു ഞെട്ടലും ഒരു ബ്ലഷും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ കൃപയ്ക്കാണെങ്കിൽ, കൃപ കയ്യെ നിൽക്കുന്നുണ്ട്. കൃപയ്ക്ക് സന്തോഷമായി ഇത് കേട്ടപ്പോൾ. കൃപയുടെ ആഗ്രഹം ഇവരൊന്നിക്കണം എന്ന് തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നീട് കൺമണി കുറച്ച് നേരം ഇങ്ങനെ ഒരു വേറൊരു ലോകത്താണെങ്കിലും പെട്ടെന്ന് കൺമണി ഓർക്കും എവിടെയാണെന്നുള്ള കാര്യം. അങ്ങനെ റിയാലിറ്റിയിലേക്ക് വന്ന കൺമണി പറയും, എനിക്ക് ബസ് പോവും, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് പോവും. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. കൃഷ്ണാണെങ്കിൽ പ്രണയത്തോടു കൂടി കൺമണിയും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും കാണുക, മിസ്സാക്കല്ല്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പല EJKയുടെയും സൂപ്പർ കൺമണിയുടെയൊക്കെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.